പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. നമ്മള് ലിസാനുൻ അറബിയുൻ എന്നുള്ള പേരിൽ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുള്ളത് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി. അതിൽ ലിസാന് എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി ആമുഖമായിട്ട് വിശദീകരിക്കേണ്ടതുണ്ട്. ലിസാന് എന്നുള്ളത് നമ്മുടെ ലെസൺ ആണെന്നുള്ളതും അത് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഒതുക്കേണ്ട ഭാഷാ നിയമങ്ങളോടുകൂടി ഒതുക്കേണ്ടതല്ല എന്നുള്ളതും, അത് ഓരോ മനുഷ്യൻ്റെയും തലത്തിനനുസരിച്ച് അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അവനെ പുരോഗതിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന, അവനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എന്തോ അതാണ് അവൻ്റെ ലിസാൻ എന്നുള്ളതും, അത് എല്ലാവർക്കും അത് ലഭ്യമാണ് എന്നുള്ളതുമാണ് നമ്മൾ വിശദീകരിച്ചത്. എന്നാൽ ലുഗത്ത് അങ്ങനെയല്ല. ലുഗത്ത് ഇപ്പൊ നമ്മളെ ഖുർആൻ ഒരു ലുഗത്തിലേക്ക് മാറി. ഇപ്പൊ ഇതൊരു കിതാബിലേക്കാണ് മാറിയത്. കിതാബിലേക്ക് മാറുമ്പോൾ അതിന് ഭാഷ വരുന്നു. ആ ഭാഷക്ക് പ്രത്യേകമായ കവായിദുകൾ, നിയമങ്ങൾ വരുന്നു. അത് നമ്മെ ഒരു കാലഘട്ടത്തിലോ ഒരു ദേശത്തിലോ അത് നമ്മെ ഒതുക്കി നിർത്തുന്നു. പരിമിതമായ അറിവിൽ മാത്രം നമ്മളെ അത് പിടിച്ചു നിർത്തുന്നു. അതാണ് ലോകത്തിലേക്ക് ഒരു വിവരം മാറുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം. ഇതാണ് ലുഗത്ത് ലിസാന് എന്നുള്ളത് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ വാക്ക് ഈ ഗ്രൂപ്പുമായി വന്നത് ലിസാനുൻ അറബിയുൻ എന്നുള്ളതാണ്. അറബിയുൻ എന്നുള്ളത്, അറബ് എന്ന് പറയുന്നത് അറബി ഭാഷ. ഇപ്പൊ ഇംഗ്ലീഷ് ഒരു ഭാഷ, സംസ്കൃതം ഒരു ഭാഷ, മലയാളം ഒരു ഭാഷ. അതുപോലെയാണ് അറബിയുൻ എന്ന് പറയുന്നത്. അറബി ലാംഗ്വേജിലാണ് ഖുർആൻ ഇറക്കിയിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിന് അല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം. അപ്പൊ ലിസാന് എന്താണ്? ലെസന് ദർസ്, ദുറൂസുകളാണ്, ദാരിസാണ്. അതുകൊണ്ടാണ് ഇദ്രീസിനെ മക്കാനുൻ അലിയ, ഉന്നതമായ തലത്തിലേക്ക് ഉയർത്തിയത് ഇദ്രീസിന്. അതുകൊണ്ടാണ്, കാരണം ദർസുകളിലൂടെയാണ് ഒരു മനുഷ്യൻ മക്കാനുൻ അലിയയിൽ എത്തുക. പാഠങ്ങൾ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടാണ് അവൻ ഉന്നതങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. എന്നതുപോലെ തന്നെ അറബിയുൻ എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ വാക്ക്. ലിസാനുൻ അറബിയുൻ എന്നുള്ളതാണ്. അറബി എന്നുള്ളത് സ്പഷ്ടം, വ്യക്തം എന്നുള്ളതാണ്. തൗലീഹ് എന്നാണ് അതിൻ്റെ അർത്ഥം, അറബ് എന്നുള്ളത്. അല്ലാതെ ഒരു അറബി ഭാഷ എന്നുള്ള അർത്ഥത്തിനല്ല. സ്പഷ്ടമായത്, വ്യക്തമായത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കാറിന് അറബ് എന്ന് പറയും മുമ്പൊക്കെ. എന്തുകൊണ്ടെന്നാണ്? നമ്മെ ലക്ഷ്യസ്ഥാനത്തേക്ക് അത് എത്തിക്കും. അതാണ് അറബ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് ഞാൻ മുമ്പ് ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗോതമ്പിൻ്റെ അതിൻ്റെ വേണ്ടാത്തതൊക്കെ ഒഴിവാക്കി നല്ലതിനെ മാത്രം വേർതിരിച്ചെടുക്കുന്നതിന് അരിബുൽ കംഹ എന്ന് പറയും എന്നുള്ളതൊക്കെ മുമ്പ് എപ്പോഴോ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളെ അതിൽ നിന്ന് നല്ലതിനെ സ്പഷ്ടമായി അതിനങ്ങോട്ട് വേർതിരിച്ചെടുക്കുക, അതാണ് അറബ്. കാറിന് പറയുന്നത് നമ്മളെ ഏതൊരു ലക്ഷ്യമാണോ എത്താൻ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് ആ വാഹനം നമ്മളെ എത്തിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ അറബ് എന്ന് ഷക്വ അറബ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്ന് പറയാനുള്ള കാരണം. അന്നത്തെ കുതിരവണ്ടി അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അതിന് അന്ന് അറബ എന്നാ പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് വാഹനങ്ങൾ പുരോഗമിച്ചപ്പോൾ അതിന് ആ പേര് നൽകി എന്നുള്ളത് മാത്രം. അതെന്തുമാട്ടെ, അത് വേറെ വിഷയം, അത് നമുക്ക് വേറെ സംസാരിക്കേണ്ട വിഷയമാണ്. അപ്പോൾ അറബ് എന്നുള്ളത് അറബി ഭാഷയും അജമി എന്ന് പറയുന്നത് അനറബിയും എന്നുള്ള ആ രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. അതല്ല, അങ്ങനെയല്ല എന്നുള്ളതാണ്. അവ്യക്ത കാര്യങ്ങൾ പിന്നെ ഒരു
സ്ഥാനത്ത് മാത്രം നമ്മളെ ഉറപ്പിച്ചു നിർത്തുകയും അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും അതിനെ നമ്മളെ എത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് അജമിയാകുന്നത്. ഇപ്പൊ ജമാ എന്ന് പറയുന്നതിൽ ഇതേ അക്ഷരങ്ങൾ തന്നെയാണല്ലോ. ജമാ ഒരുമിച്ച് ചേർക്കുക, ജമാഅത്ത് എന്നൊക്കെ പറയണല്ലോ. ജമാ എന്ന് പറയുന്നത് എല്ലാ വിവരശേഖരണങ്ങളും വിവരങ്ങളും നമ്മൾ ശേഖരിച്ച് അതിനെ പൂർണ്ണമായ വ്യക്തതയിലേക്ക് കൊണ്ടുവരുന്ന പണിയാണ് വൈജ്ഞാനിക രംഗത്ത് നമ്മൾ ജമാ ചെയ്യുന്നത്, ഒരുമിച്ച് ചേർത്തുകൊണ്ട് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് അനവധി കാര്യങ്ങൾ അതിൽ വ്യക്തമാകേണ്ട ഒരവസ്ഥയിലാണ് അത് അജമയാകണത് എന്നർത്ഥം, അജമിയാകണത്. അതാണ് ജമയും അജമിയും തമ്മിലുള്ള മാറ്റം. ജമ നമ്മൾ അതിന് കിട്ടാവുന്ന മേഖലകളിൽ നിന്നൊക്കെ വിജ്ഞാനത്തെ ജമ ചെയ്ത് ശേഖരിച്ച് അതിനെ സ്പഷ്ടമാക്കുന്ന ഒരവസ്ഥയിലാണ് അത് ജമ ആകണതെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിൽ ശേഖരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന ഒരവസ്ഥയിലാണ് അത് അജമിയാകണത്, അജമാകണത്. അല്ലാതെ അറബിക്ക് അറബി ഭാഷയും അറബി അല്ലാത്ത ഭാഷകളൊക്കെ അജമി ഭാഷയും ആണ്. അതാണ് അറബിയൻ അജമിയുൻ എന്ന് പറയും. ഇത് അറബിയാണ്, അജമി അല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത് അറബി ഭാഷയാണ്, അറബി ഭാഷയല്ലാത്ത മറ്റ് അനറബി ഭാഷയൊന്നും അല്ല ഇത് എന്നുള്ളതല്ല. അപ്പോ അറബി സംസാരിക്കുന്ന രാജ്യത്തുള്ള ആളുകൾ മാത്രമല്ല അറബി ആകുന്നത്, ഏത് പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കും അറബിയാകാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ സ്പഷ്ടമായി വ്യക്തമായി മനസ്സിലാക്കുന്ന, അതിനെക്കുറിച്ച് ഗവേഷണവും പഠനവും അന്വേഷണവും നടത്തി അത് വ്യക്തതയിലേക്ക് കൊണ്ടുവരുന്ന ഏതൊരു വ്യക്തിക്കും ആ വിശേഷണം പറയാം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഖുർആനിൽ 3 പ്രയോഗമാണ് വന്നിട്ടുള്ളത് ലിസാനുമായിട്ട്. ലിസാനുൻ അറബിയുൻ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പിനിട്ട പേര്. എന്നാൽ ഖുർആനൻ അറബിയൻ എന്നുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബി ഭാഷയിലുള്ള ഖുർആൻ എന്നുള്ള അർത്ഥത്തിനല്ല. അതുപോലെ തന്നെ ഹുക്കുമൻ അറബിയൻ എന്നുണ്ട് ഖുർആനിൽ. അതിൻ്റെ അർത്ഥം അറബി വിധികൾ, അറബി ഭാഷയിലുള്ള നിയമസംഹിതകളാണ്, ഹുക്കുമുകളാണ്, വിധികളാണ് അടങ്ങിയ പുസ്തകമാണ് ഇത് നിനക്ക് ഞാൻ ഇറക്കി തന്നിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിനല്ല. ഈ 3 പ്രയോഗം അറബുമായി ബന്ധപ്പെട്ട ലിസാനുൻ അറബിയുൻ എന്നുണ്ട്, ഖുർആനൻ അറബിയൻ എന്നുണ്ട്, ഹുക്കുമൻ അറബിയൻ എന്നുണ്ട്. ഈ 3 പ്രയോഗങ്ങളും അറബി ഭാഷയിലുള്ള എന്നുള്ള അർത്ഥത്തിനല്ല എന്നുള്ളത്. ഇപ്പൊ ലിസാനുൻ അറബിയുൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു അഷ്യാ ഉണ്ടല്ലോ, വസ്തുക്കളോ ഉണ്ടല്ലോ, ആ സംഗതികളുടെ ജൗഹർ ഉണ്ടല്ലോ, അതിൻ്റെ സത്ത, ജൗഹർ എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ കൈനൂനത്ത്, അതിൻ്റെ ഉള്ളറ, അത് അതിനെ ഗ്രഹിക്കാനുള്ള, മനസ്സിലാക്കിയെടുക്കാനുള്ള വസീലത്താണ്, മീഡിയയാണ് ലിസാനുൻ അറബിയുൻ എന്ന് പറഞ്ഞാൽ. ഏതൊരു സംഗതിയുടെയും സത്ത വ്യക്തമായി മനസ്സിലാക്കാനുള്ള നമ്മുടെ ഉള്ളിലെ മീഡിയ ഉണ്ടല്ലോ, മാധ്യമം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, അതിനെയാണ് ലിസാനുൻ അറബിയുൻ എന്ന് പറയുന്നത്. എന്നാൽ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലക്കും തഅഖിലൂൻ, അതാണ് അഖില്. ഖുർആനൻ അറബിയൻ എന്ന് പറഞ്ഞാൽ ലഅല്ലക്കും തഅഖിലൂൻ എന്നാണ് കാര്യങ്ങൾ. അപ്പൊ തന്നെ അതൊരു ഭാഷയിലുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കി. ഏത് ഭാഷയിൽ ഇറക്കിയാലും അപ്പൊ ഇംഗ്ലീഷിലുള്ളതിന് ലഅല്ലക്കും തഅഖിലൂൻ എന്ന് പറഞ്ഞൂടെ, ഇംഗ്ലീഷിലൊരു പുസ്തകം. അതല്ല അത്. ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മെമ്മറിയിലുള്ള ഏതൊരു വസ്തുക്കളുടെയും സത്ത ഗ്രഹിക്കാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെയാണ് അവിടെ ഖുർആനൻ അറബി, അതിനെ ഇസ്തിഖ്റാ ചെയ്തെടുക്കാനാണ്, അതിനെ വായിച്ചെടുക്കാവുന്ന പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളെയാണ് അവിടെ ഖുർആനൻ അറബിയൻ എന്ന് പറയുന്നത്. എന്നപോലെ തന്നെ ഹുക്കുമൻ അറബിയൻ എന്ന് പറഞ്ഞാൽ അത്
നമ്മൾ ഈ അന്വേഷണങ്ങളുടെയും പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും പര്യവസാനത്തിൽ നമ്മളൊരു തെഹക്കീമിലെത്തുമല്ലോ, ഉറച്ച ഒരു തീരുമാനത്തിലെത്തുമല്ലോ, ഇതാണ് ശരി എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് അത് ഹുക്കുമൻ അറബിയൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും പഠനങ്ങളുടെയൊക്കെ ഒരു ആഖിബത്ത്, ഒരു പര്യവസാനം, അവിടെയാണ് നമ്മളൊരു തീരുമാനത്തിലെത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ഹവകളെ പിന്തുടരൂല. കാരണം ഉറച്ച ഒരു പിന്നെ ഒരു അന്വേഷണവും പഠനവും ഗവേഷണവും ഒക്കെ നടത്തി നമുക്കതിൻ്റെ ഒരു ആഖിബത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്ത്യം, പര്യവസാനം, അതിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് അതൊരു തഹക്കീമാകുന്നത്, ഹുക്കുമൻ അറബി ആകുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ് വകദാലിക അൻസൽനാഹു ഹുക്കുമൻ അറബിയൻ വലൈനിത്തബഅത അഹ്വാഅഹും എന്ന് പറയുന്ന മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി എന്ന്. അവിടെ വ്യക്തമായ ഒരു അറിവ് വന്ന് കിട്ടുമ്പോഴാണ് അത് ഹുക്കുമൻ അറബിയൻ. അതിനുശേഷം പിന്നെ ഹവകളെ നമ്മൾ പിന്തുടരാൻ പാടില്ല. അതാണ് വലൈനിത്തബഅത അഹ്വാഅഹും എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വ്യത്യാസങ്ങൾ ഓരോന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അറബി എന്ന് പറയുന്നത് അറബി ഭാഷയും അജമി എന്ന് പറയുന്നത് അറബി അല്ലാത്ത മറ്റു ഭാഷകളും എന്നുള്ള അർത്ഥത്തിനല്ല. അജമി എന്ന് പറയുന്നത് കാര്യങ്ങൾ സ്പഷ്ടമായിട്ടില്ല, വ്യക്തമായിട്ടില്ല, അത് ഒരു പരിമിതമായ ഒരു പുസ്തകത്തിൽ ഒതുക്കിയാലും അത് അജമിയാവും. അത് ആ പോയിന്റ് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, അതൊരു ഭാഷാ നിയമങ്ങളോടുകൂടി ഒരു പുസ്തകത്തിലേക്ക് നമ്മളത് എഴുതി വെക്കുമ്പോൾ അത് പരിമിതപ്പെട്ടു, അറിവ് അവിടെ പരിമിതപ്പെട്ടു. അനന്തമായ പരിമിതമല്ലാത്ത അറിവിന് ഒരു മുഹദ്ദതായ അറിവിൻ്റെ ലോകം എന്ന് പറയുന്നത് പുസ്തകത്തിൻ്റെയും അപ്പുറത്താണ് അത് എന്നർത്ഥം. അപ്പുറത്ത് നിന്ന് അവനോടത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്നർത്ഥം. അപ്പോൾ അജമി എന്ന് പറയുന്നത് അറബി അല്ലാത്ത ഭാഷകൾ എന്നുള്ള അർത്ഥത്തിനല്ല എന്നുള്ള ആ ഒരു പോയിന്റ് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. കാരണം ലിസാനുൻ അറബിയുൻ എന്നുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ അറബിയുൻ എന്ന് പറയുമ്പോൾ അറബി ഭാഷയിലുള്ള എന്നുള്ള അർത്ഥത്തിനല്ല. പിന്നെ ലിസാനുമായി ബന്ധപ്പെട്ട ഒരു സംശയം എൻ്റെ ഒരു സഹോദരൻ ചോദിക്കുകയുണ്ടായി, മനുഷ്യൻ്റെ നാവും ഖുർആൻ പറയുന്ന ലിസാനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത്. നമ്മുടെ ലിസാന് എന്ന് പറയുന്നത് നമ്മുടെ ദാക്കിറത്തുള്ള, നമ്മുടെ മെമ്മറിയിലുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ളതാണ് നമ്മുടെ നാവെങ്കിൽ ഖുർആൻ പറയുന്ന ലിസാൻ എന്ന് പറയുന്നത് അവനിൽ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ വരെ, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വരെ അവന് അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവിനെയാണ് ഖുർആൻ പറയുന്ന ലിസാൻ എന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ ദാക്കിറത്തിലുള്ളത്, മറ്റത് നമ്മുടെ മുസ്തഖ്ബിലിൽ നമുക്ക് എന്തൊക്കെ വരാനുണ്ടോ അതിനെയൊക്കെ കുറിച്ച് സംസാരിക്കുന്നത്, അതാണ് ലിസാനും. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഓരോന്നും അതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ നിന്നാണ് അതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. അതാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. ഒരാളുടെ നാവ്, അവന് വലിയ അവൻ്റെ നാവിൻ്റെ നീട്ടം കണ്ടോ എന്ന് പറഞ്ഞാൽ അവന് 4 മീറ്റർ നാവ് നീട്ടണ്ട് എന്നുള്ള അർത്ഥത്തിനല്ല. എല്ലാവരെക്കാളും നാവ് കുറച്ച് നീളം അവനുണ്ട് എന്നുള്ള അർത്ഥത്തിനല്ല. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെക്ക് 10 തല ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ തല ഭയങ്കര തലയാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ബുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. എന്നപോലെ അവന് വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള, അവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് സ്പഷ്ടമായി വ്യക്തമായി അവതരിപ്പിക്കാനുള്ള അവൻ്റെ കഴിവിനെയാണ് അവൻ്റെ നാവ് കണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പറയാറുള്ളത്. അല്ലെങ്കിൽ പറഞ്ഞ് ജയിക്കാനുള്ള അവൻ്റെ കഴിവിനെയൊക്കെയാണ് നമ്മൾ അവൻ്റെ നാവിൻ്റെ വലിപ്പമായിട്ട് സൂചിപ്പിക്കാറുള്ളത്. അവൻ്റെ കൈ എന്ന് പറയുമ്പോൾ നമ്മളത് പറഞ്ഞു, അവന് 10 കൈയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 10 കൈയായിട്ടാണ് ചിത്രങ്ങളിൽ ആളുകൾ ചിത്രീകരിച്ചതെങ്കിലും അവൻ്റെ സ്വാധീന ശക്തിയെയാണ് അവിടെ, അത്രയും സ്വാധീനവും ശക്തിയും ഒരു ഇതിലുണ്ടാകുമ്പോഴാണ് അവൻ്റെ കൈയിനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത്. സാധാരണക്കാരെ കയ്യിൽ നിന്ന്
വ്യത്യസ്തമായ ഒന്ന് അവനുണ്ട് എന്ന് നമ്മൾ പറയും. അതൊക്കെ ഒരു സൂചന ഞാൻ നൽകി എന്ന് മാത്രമേ ഉള്ളൂ. ഖുർആൻ പറയുന്ന ലിസാൻ ഒരിക്കലും നമ്മുടെ ഈ ടങ്ക്, അതായത് വായിലുള്ള ഈ സംസാരിക്കുന്ന നാവ് എന്നുള്ള അർത്ഥത്തിന് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ളത്. സലാം.